സൈഡ് ഡ്രോപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദ വേൾഡ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസിനകത്ത് മാലിബിലിറ്റി ആയിരുന്നു അല്ലേ. മാലിബിലിറ്റി ആർക്കാണുള്ളത്? മെറ്റൽസിനാണ് മാലിബിലിറ്റി ഉള്ളത്. മെറ്റൽസ് അതുപോലെ തന്നെ ലെസ്ട്രസ് ആണ് നമ്മൾ പഠിച്ചു. എക്സാമ്പിൾ നമ്മൾ അയൺ, അലൂമിനിയം, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതുപോലെ നോൺ മെറ്റൽസ് ആയ കോള്, ലംബ് ഓഫ് സൾഫർ ഡസ് നോട്ട് ഷോ എന്താണ് മാലിബിലിറ്റി അല്ലെ. അവര് ബ്രിട്ടിലാണ്, പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ടൈപ്പ് ആണ് അല്ലെ. ഇനി അതുപോലെ വുഡ് എന്താണ്? വുഡ് ആണെങ്കിൽ നെയ്തർ മാലിബിൾ ആണ് നോർ ബ്രിട്ടിൽ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഡക്റ്റിലിറ്റി ആണ്. എന്താണ് ഡക്റ്റിലിറ്റി? ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് അടുത്ത പ്രോപ്പർട്ടി ആണ് കേട്ടോ. മാലിബിലിറ്റി പോലെയുള്ള അടുത്തൊരു പ്രോപ്പർട്ടി ആണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ ഈ പിക്ചർ കണ്ടോ? ഇതിനകത്ത് എന്താണ് കാണുന്നത്? കോപ്പർ വയേഴ്സ്, അലൂമിനിയം വയേഴ്സ്, അതുപോലെ തന്നെ ഇരുമ്പ് കമ്പികളൊക്കെയാണ് കാണുന്നത് അല്ലേ. ഇതിന്റെയൊക്കെ നീളം കണ്ടോ? ഇത് ഇങ്ങനെയാണോ നമ്മുടെ മെറ്റൽസ് ഇരിക്കുന്നത്? അല്ല, നമ്മുടെ മെറ്റൽസിനെ ഇങ്ങനെ നീളത്തിൽ അല്ലെ വലിച്ചിങ്ങനെ നീട്ടിയെടുത്തിരിക്കുന്നതാണ് ഇത്. മനസ്സിലായോ? അതുപോലെ തന്നെ ഇതാ ഗോൾഡ്, സിൽവർ, ഈ ജ്വല്ലറീസ് കണ്ടോ? ഇത് നമ്മൾ എന്താണ് ജ്വല്ലറി ആക്കാൻ വേണ്ടി ഈ ഗോൾഡും നമ്മുടെ സിൽവറും ഒക്കെ എന്താണ് ഇതുപോലെ വലിച്ച് നീട്ടി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ അതുപോലെ തന്നെ നോക്കിക്കേ, ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഈ വയേഴ്സ് അല്ലെ, ആ വയേഴ്സും എന്താണ്? നമ്മുടെ മെറ്റൽസ് ആണ് അല്ലെ. അപ്പൊ ഇങ്ങനെ നീട്ടണമെങ്കിൽ നേരത്തെ നമ്മൾ പഠിച്ച എന്തായിരുന്നു? മാലിബിലിറ്റി ആയിരുന്നു അല്ലെ. ഫ്ലാറ്റ് ആക്കാൻ പറ്റും എന്നാണ് പഠിച്ചത്. നിങ്ങൾ നോക്കിക്കേ, ഈ മെറ്റൽസിനെ നമുക്ക് എന്താക്കാൻ പറ്റുന്നു? വയേഴ്സ് ആക്കി അല്ലെ, ഇങ്ങനെ നീളത്തിലാക്കാൻ പറ്റുന്നു. ഈ പ്രോപ്പർട്ടിനെയാണ് നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. The property of materials by which they can be drawn into wires. വയേഴ്സ് ആക്കാൻ കഴിയുന്ന ഒരു പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് ഡക്റ്റിലിറ്റി. മെറ്റീരിയൽസിനെ നമുക്ക് എന്താക്കാൻ കഴിയുന്നു? വയേഴ്സ് ആക്കി മാറ്റാം. നമ്മൾ കണ്ടില്ലേ, കോപ്പർ ആൻഡ് അലൂമിനിയം ഒക്കെ വയേഴ്സ് എന്തിനാണ്? നമ്മൾ ഇലക്ട്രിക് ഫിറ്റിംഗ്സിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓർണമെന്റ്സ് ഉണ്ടാക്കാൻ ഗോൾഡ്, സിൽവർ പോലെയൊക്കെ ഉള്ളത് യൂസ് ചെയ്യുന്നു. ഈ ഗോൾഡിന്റെ കാര്യം നോക്കിക്കേ, ഗോൾഡ് ഈസ് സോ ഡക്റ്റൈൽ, വളരെ ഡക്റ്റൈൽ ഉള്ള ഒരു മെറ്റൽ ആണ് ഗോൾഡ് എന്ന് പറയുന്നത്. 1 gram ഓഫ് ഗോൾഡിനെ നമുക്ക് എന്താക്കാൻ പറ്റും? 2 kilometer വരെ ഉള്ള ലോങ് വയേഴ്സ് ആക്കി മാറ്റാൻ പറ്റുമെന്ന്. ഇനി ഈ പ്രോപ്പർട്ടി ആരാണ് കാണിക്കുന്നത്? മെറ്റൽസ് ആണല്ലേ കാണിക്കുന്നത്. ദിസ് പ്രോപ്പർട്ടി ഓഫ് ഡക്റ്റിലിറ്റി ഈസ് മെയിൻലി പൊസസ്ഡ് ബൈ മെറ്റൽസ്. അപ്പൊ മെറ്റൽസിന്റെ രണ്ട് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു. ഒന്നത് മാലിബിൾ ആണ്, ഡക്റ്റൈൽ ആണ്. ഓക്കെ, ഈ ഡക്റ്റൈൽ നേച്ചർ ഉള്ളത് കൊണ്ട് മെറ്റൽസ് എനേബിൾസ് ഫോർ ദ ക്രിയേഷൻ ഓഫ് ടീ സ്ട്രെയിനർ വിത്ത് മെറ്റൽ വയേഴ്സ്. ടീ സ്ട്രെയിനർ ഒക്കെ പോലെയുള്ള വസ്തുക്കൾ ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നു. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, നമുക്ക് കോള് അല്ലെങ്കിൽ നമ്മൾ കണ്ടല്ലേ, കോളും സൾഫറും ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? നോൺ മെറ്റൽസിന് എക്സാമ്പിൾ ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെയുള്ള വയേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കുമോ? ഇല്ല അല്ലെ. അപ്പോ നോൺ മെറ്റൽസ് എന്താണ്? നോൺ മെറ്റൽസ് പോലെ കോള്, സൾഫർ പോലെയുള്ള നോൺ മെറ്റൽസ് നോട്ട് ഡക്റ്റൈൽ ആണ്. ആ പോയിന്റ് ഓർത്തിരിക്കുക. ഇനി നിങ്ങൾ ഇതുപോലെയുള്ള സ്റ്റീൽ റോപ്പുകൾ കണ്ടിട്ടുണ്ടോ? ക്രെയിനിലും അതുപോലെ ബ്രിഡ്ജിലും ഒക്കെ ഉള്ള. എന്തിനാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്? ഹെവി ആയിട്ടുള്ള ലോഡ് എടുക്കാനും ഹെവി ലോഡ്സിന് സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അതെന്ത് മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്കറിയാമോ? ഈ സ്റ്റീൽ എന്ന് പറയുന്നത്. സ്റ്റീൽ എന്ന് പറയുന്നത് മെറ്റലിന്റെയും നോൺ മെറ്റലിന്റെയും ഒരു മിക്സ്ചർ ആണ്. അപ്പൊ അത് എന്തോരം സ്ട്രോങ് ആണെന്ന് നോക്കിക്കേ. അപ്പൊ സ്റ്റീൽ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? എ മിക്സ്ചർ ഓഫ് മെറ്റൽ. ഏത് മെറ്റൽ? അയണും നോൺ മെറ്റൽ ആയിട്ടുള്ള കാർബണിന്റെയും കൂടെ ഒരു മിക്സ്ചർ ആണ് എന്തെന്ന് പറയുന്നത്? സ്റ്റീൽ എന്ന് പറയുന്നത്. എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്? ദേ ആർ യൂസ്ഡ് ഇൻ ദ സസ്പെൻഷൻ ബ്രിഡ്ജസ് ആൻഡ് ഇൻ ക്രെയിൻസ് ടു ലിഫ്റ്റ് ഹെവി ഒബ്ജക്റ്റ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി ആണ് സൊനോറിറ്റി. എന്താണ് സൊനോറിറ്റി നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാമോ, മെറ്റൽ സ്പൂണും മെറ്റൽ പ്ലേറ്റും മെറ്റൽ കോയിന് ഒക്കെ നമ്മുടെ ഫ്ലോറിലോട്ട് വീണ് കഴിഞ്ഞാൽ എന്ത് സൗണ്ട് ആയിരിക്കും വരുന്നതെന്ന്? നല്ല സൗണ്ട് ഉണ്ടാകും അല്ലെ. എന്നാൽ ആ സൗണ്ട് പോലെയാണോ കോള് അല്ലെങ്കിൽ വുഡ് ഒക്കെ താഴെ വീണാല്? അല്ല. സ്റ്റീൽ പ്ലേറ്റ് ഒക്കെ നമ്മുടെ പുറകിൽ വീഴുമ്പോൾ തന്നെ ആ സൗണ്ട് വളരെ വലിയ സൗണ്ടാണ് അല്ലെ. അപ്പൊ ആ സൗണ്ട്, അങ്ങനെ മെറ്റൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സൗണ്ടിനാണ് നമ്മൾ സൊണോരിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ,
ഇതുപോലെ കണ്ണ് കാണാത്ത ആൾക്കാരൊക്കെ എന്താണ് ഇങ്ങനെ തട്ടി തട്ടി നോക്കിയാണ് മുന്നോട്ട് പോകുന്നത് അല്ലേ? ആ സൗണ്ടിൽ നിന്ന് അതിന്റെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാകും. ഇപ്പോ വുഡിൽ തട്ടുന്ന സൗണ്ട് അല്ല മെറ്റലിൽ തട്ടുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു നിങ്ങളുടെ ബുക്കിലുള്ള ടെക്സ്റ്റിലുള്ള ഒരു ആക്ടിവിറ്റി നോക്കാം. ഈ ആക്ടിവിറ്റിക്കകത്ത് പറയുന്നത് ടേക്ക് എ ഫ്യൂ ഒബ്ജക്റ്റ്, കുറച്ച് ഒബ്ജക്റ്റ് എടുക്കുക. ഏതൊക്കെ ഒബ്ജക്റ്റ് ആണ്? മെറ്റൽ സ്പൂണ്, കോയിന്, പീസ് ഓഫ് കോള് ആൻഡ് എ ബ്ലോക്ക് ഓഫ് വുഡ്. മെറ്റൽസ് നോൺ മെറ്റൽസ് മിക്സ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഡ്രോപ്പ് ദം വൺ ബൈ വൺ ഫ്രം എ സെർട്ടൺ ഹൈറ്റ്. ഒരു ഹൈറ്റിൽ നിന്ന് അതിന് ഓരോന്നിനായിട്ട് താഴേക്ക് ഇടണം. എന്നിട്ട് നിങ്ങൾ സൗണ്ട് എന്ത് ചെയ്യണം? ഒബ്സർവ് ചെയ്യണം. എങ്ങനെയായിരിക്കും സൗണ്ട്? എല്ലാ സൗണ്ടും ഒരുപോലെയാണോ? അല്ല അല്ലേ? യു വുഡ് ഒബ്സർവ് ദാറ്റ് ദ മെറ്റൽ സ്പൂൺ ആൻഡ് മെറ്റൽ കോയിൻ പ്രൊഡ്യൂസ് റിംഗിങ് സൗണ്ട്. ഏത് സൗണ്ട് ആണ്? ഒരു റിംഗിങ് സൗണ്ട് ആണ് മെറ്റൽ കോയിൻസ് അല്ലെങ്കിൽ മെറ്റൽ ഐറ്റംസ് താഴെ വീണാൽ ഉണ്ടാവുന്നത്. എന്നാൽ കോളും വുഡൊക്കെ അങ്ങനെയാണോ? അല്ല, അതൊരു ഡൾ സൗണ്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഇത് മെറ്റൽസ് ആണോ നോൺ മെറ്റൽസ് ആണോ? നമുക്ക് ഇത് കണ്ണ് കാണാത്ത ആൾക്കാരെ പോലെ തന്നെ നമുക്കും എന്താണ് കണ്ടില്ലെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? This property of metals that enables them to produce a ringing sound is called sonority. ഇതുപോലെ എന്താണ് ഈ റിംഗിങ് സൗണ്ട് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൊണോരിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? ആര്? മെറ്റൽസ്. അപ്പൊ മെറ്റൽസ് ആർ സെഡ് ടു ബി സൊണോറസ് ഇൻ നേച്ചർ. അപ്പൊ മെറ്റൽസിന്റെ നേച്ചർ ആണ് സൊണോറസ്. ഓക്കെ അല്ലേ? ഇപ്പൊ എന്തൊക്കെ നേച്ചർ നമ്മൾ പഠിച്ചു? മാല്യബിൾ ആണ്, ഡക്റ്റൈൽ ആണ്, അതുപോലെ തന്നെ സൊണോറസ് ആണ്. ഓക്കെ, ഇനി നമുക്കറിയാലോ ചിലങ്കയുടെ സൗണ്ട് കേട്ടിട്ടുണ്ടോ? അതിൽ ഉപയോഗിച്ചിരിക്കുന്ന എന്താണ്? മെറ്റൽസ് ആണ്. അതുകൊണ്ടാണ് ചിലങ്ക നമുക്ക് അങ്ങനെയുള്ള റിംഗിങ് സൗണ്ട് നമ്മൾ ഡാൻസ് കളിക്കുമ്പോൾ ഒക്കെ ഉള്ള ആ സൗണ്ട് കേൾക്കാൻ കാരണം എന്താണ്? അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് മെറ്റൽ ആണ്. ആ മെറ്റലിന് ഈ സൊണറസ് എന്ന ക്യാരക്ടർ ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ പണ്ട് കാലത്താണ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ബെല്ലുണ്ടല്ലോ, ഈ ബെല്ലിൽ ഇങ്ങനെ തടി വെച്ചടിക്കുമ്പോൾ ഇങ്ങനെ റിംഗിങ് സൗണ്ട് കേൾക്കും. അതായിരുന്നു സ്കൂൾ ബെല്ലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇലക്ട്രിക് ബെല്ലുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതും എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ സൊണറിറ്റി ഓഫ് മെറ്റൽസ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ടോട്ടൽ 3 പ്രോപ്പർട്ടിയാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ 2 പ്രോപ്പർട്ടിയാണ് നോക്കിയത്. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. കണ്ടക്ഷൻ ഓഫ് ഹീറ്റ്. നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. ഓക്കെ അല്ലേ? സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയണ്ടല്ലോ. കണ്ടക്ഷൻ ഓഫ് ഹീറ്റ്. അപ്പൊ ഇത് പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ കിച്ചണിൽ ഒന്ന് പോയി നോക്കുക കേട്ടോ. എന്തൊക്കെയാണ് അവിടെ ഹീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വെസൽസ് എന്തൊക്കെയാണ്, ബാക്കി എന്തൊക്കെ വെസൽസ് ഉണ്ട്, മെറ്റൽ പാത്രങ്ങൾ ഉണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. മെറ്റൽസ് കൊണ്ടുള്ള പാത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ? അത് കൂടുതൽ എന്താണ്? ഹീറ്റിംഗ് വെസൽസ് ആണ് മെറ്റൽസ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് അലൂമിനിയം, അയണിന്റെ തവ, അലൂമിനിയം പാത്രങ്ങൾ അല്ലേ? ഇപ്പൊ ചായ വെക്കുന്ന പാത്രം ഏതാണ്? ചിലതൊക്കെ അലൂമിനിയം ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് ഹീറ്റിംഗ് യൂസ് ചെയ്യുന്നത്, അതായത് ഹീറ്റിംഗ് വെസൽസ് ഒക്കെ എന്താണ്? മെറ്റൽ ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ? തടി കൊണ്ടുള്ള വുഡൻ ആയിട്ടുള്ള സ്പൂണ്, വുഡൻ സ്പൂണുകളൊക്കെ നിങ്ങളുടെ വീട്ടിലില്ലേ? അതുപോലെ മെറ്റൽ സ്പൂണ്. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. എന്താണ്? നമ്മളൊരു ആക്ടിവിറ്റിയിലൂടെ എന്താണ് കണ്ടക്ഷൻ ഓഫ് ഹീറ്റ് എന്ന് പഠിക്കാൻ പോവാണ്. ഈ ആക്ടിവിറ്റിക്ക് നമുക്ക് എന്താണ് വേണ്ടത്? ഇതുപോലെയുള്ള ഒരു ഗ്ലാസ് ടെംബ്ലർ വേണം, ഒരു മെറ്റൽ സ്പൂണും വേണം, ഒരു വുഡൻ സ്പൂണും വേണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാ? നല്ല ഹോട്ട് വാട്ടർ എടുക്കുക. ഓർക്കുക, നിങ്ങളുടെ ടീച്ചറോ അല്ലെങ്കിൽ അഡൽട്ട് ആരെങ്കിലും മുതിർന്ന ആൾക്കാരുടെ കൂടെ ഇത് ചെയ്യാവുള്ളൂ കേട്ടോ. അല്ലാതെ ചൂടുവെള്ളമൊന്നും എടുക്കരുത്. ഓക്കെ, അപ്പൊ നല്ല ചൂടുവെള്ളം എന്ത് ചെയ്യുക? ഈ ഒരു ഗ്ലാസ് ടെംബ്ലറിലോട്ട് ഒഴിച്ചിട്ട് ഈ 2 സ്പൂണും ഒരേ സമയം എന്താണ്? ഈ ഒരു വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് ഇതിന്റെ അറ്റത്തൊന്ന് പിടിച്ചു നോക്കണം. അപ്പൊ എവിടെയാണ് നിങ്ങൾക്ക് ചൂട് അനുഭവപ്പെടുന്നത് നോക്കണം. എവിടെയായിരിക്കും നിങ്ങൾക്ക് ചൂട് അനുഭവപ്പെടുന്നത്? വിച്ച് ഓഫ് ദ സ്പൂൺ ഗെറ്റ് ഹോട്ടർ? ഏതാണ് പെട്ടെന്ന് ഹോട്ടർ ആവുന്നത്? നമ്മുടെ മെറ്റൽ സ്പൂൺ ആണ് അല്ലേ? വാട്ട് ഡസ് ദിസ് എക്സ്പെരിമെന്റ് ടെൽസ് us about heat transfer along 2 spoons? നമ്മൾ കണ്ടു 2 സ്പൂണും എന്താണ്? ഒരേ ഹോട്ട് വാട്ടറിലാണ് ഇട്ടിരിക്കുന്നത്. അതായത് സെയിം ടെമ്പറേച്ചറിലുള്ളത്, സെയിം ടൈമിലാണ് നമ്മൾ ഡിപ്പ് ചെയ്തത് അല്ലേ? എന്നാലും പക്ഷെ മെറ്റൽ സ്പൂണിലാണ് പെട്ടെന്ന് എന്ത് ചെയ്തത്? മെറ്റൽ സ്പൂൺ ആണ് പെട്ടെന്ന് ഹോട്ടർ ആയത്. എന്നാൽ വുഡൻ സ്പൂൺ എന്താണ്? പയ്യെ ഹോട്ടായിട്ട് വരികയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ മെറ്റല് ഹീറ്റിനെ പെട്ടെന്ന്
പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യും. എന്താണ്? മെറ്റല് ഹീറ്റിനെ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ആ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പ്രോപ്പർട്ടിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? കണ്ടക്ഷൻ. മനസ്സിലായോ? അപ്പൊ മെറ്റൽസ് എന്താണ്? നല്ല ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം വൺ പോയിന്റ് ടു അനദർ ഓഫ് മെറ്റീരിയൽ ഈസ് കോൾഡ് കണ്ടക്ഷൻ ആൻഡ് മെറ്റീരിയൽസ് ദാറ്റ് ട്രാൻസ്ഫർ ഹീറ്റ് ആർ കോൾഡ് കണ്ടക്ടേഴ്സ്. ഇങ്ങനെ മെറ്റീരിയൽസ് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നമ്മൾ പറയുന്നതാണ് കണ്ടക്ടേഴ്സ്. നമ്മൾ ഇലക്ട്രിസിറ്റി പഠിച്ചപ്പോൾ പഠിച്ചില്ലേ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നത്? അതുപോലെ തന്നെ ഹീറ്റ് കടന്നു പോകുന്ന, ഹീറ്റ് പെട്ടെന്ന് ട്രാൻസ്ഫർ ആകുന്ന ആ ഒരു മെറ്റീരിയൽസിനെ നമ്മൾ കണ്ടക്ടേഴ്സ് എന്നും, അതുപോലെ തന്നെ ഹീറ്റ് ഒരു പോയിന്റിൽ നിന്ന് അനദർ പോയിന്റിലേക്ക്, അതായത് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം വൺ പോയിന്റ് ടു അനദർ ഓഫ് എ മെറ്റീരിയൽ ഈസ് കോൾഡ് കണ്ടക്ഷൻ. ക്ലിയർ ആണല്ലോ? ഇനി ബേസ്ഡ് ഓൺ ദ ഒബ്സർവേഷൻ വൺ ക്യാൻ സേ ദാറ്റ് ദ മെറ്റീരിയൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് whereas the wood എന്താണ്? ഇസ് എ പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ്. അപ്പം വുഡ് എന്ന് പറയുന്ന മെറ്റീരിയൽ എന്താണ്? ഹീറ്റിനെ പയ്യെ കടത്തി വിടുള്ളൂ. അതുകൊണ്ട് അത് എന്താണ്? കടത്തി പകുതിയും എന്താണ്? അത് കടത്തി വിടില്ല. അപ്പോൾ എന്താണ് വുഡ് എന്ന് പറയുന്നത്? പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്. അമ്മയോട് തന്നെ ചോദിച്ചാൽ മതി, അമ്മ മിക്സ് ചെയ്യാൻ എടുക്കുമ്പോൾ സ്റ്റീൽ സ്പൂൺ എടുക്കുമ്പോഴാണോ പെട്ടെന്ന് ചൂട് പിടിക്കുന്നത്, അതോ നമ്മുടെ ഈ വുഡൻ സ്പൂൺ കൊണ്ട് യൂസ് ചെയ്യുമ്പോഴാണോ? അപ്പൊ അമ്മ പറയുന്നത് എന്താണ്? വുഡൻ സ്പൂൺ ആണെന്നേ പറയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ വെസൽസിന്റെ ഒക്കെ പിടി കണ്ടിട്ടുണ്ട്. നമ്മുടെ ഹാൻഡിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്? വുഡൻ കൊണ്ടാണ് അല്ലേ? നൗ we can understand why mostly metal vessels are used for cooking and their handles are made with wood. കാരണം ആ വുഡ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് അതിനെ പിടിക്കാൻ പറ്റുന്നത് അല്ലേ? വുഡിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാത്തത് കൊണ്ടാണ് ഹാൻഡിൽസ് എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? വുഡ് ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ അതർ മെറ്റീരിയൽസ് ദാറ്റ് ഡു നോട്ട് കണ്ടക്ട് ഹീറ്റ്, അല്ലെങ്കിൽ എന്താണ്? ഹീറ്റ് കണ്ടക്ട് ചെയ്യാത്ത മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മൾ അതിന്റെ ഹാൻഡിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇനി നമ്മൾ അടുത്ത പ്രോപ്പർട്ടി പഠിക്കാൻ പോവാണ്. എന്ത്? കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്? കണ്ടക്ഷൻ ഓഫ് ഹീറ്റ് ആണ്, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിസിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി ആരാണ് ഇനി ട്രാൻസ്ഫർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. മെറ്റൽസ് ആണോ നോൺ മെറ്റൽസ് ആണോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പഠിച്ചു, ഇപ്പൊ മെറ്റൽസിന്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ പഠിച്ചത്. മെറ്റൽസ് മാല്യബിൾ ആണ്, ഡക്റ്റൈൽ ആണ്, സൊണറസ് ആണ്, അതുപോലെ തന്നെ എന്താണ്? ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്. ഓക്കെ അല്ലേ? ഇനി കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇലക്ട്രീഷ്യൻസ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കാണുമല്ലോ സ്ക്രൂ ഡ്രൈവർ. അതിന്റെ ഹാൻഡിൽ എന്താണ്? റബ്ബർ ഉപയോഗിച്ചിട്ടാണ് അല്ലെ? അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻസ് റബ്ബർ ഗ്ലൗസും ഷൂസും ഒക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാമോ? എന്തിനായിരിക്കും? നമുക്ക് നോക്കാം എന്തിനായിരിക്കും എന്ന്. അപ്പൊ അതിനു മുന്നേ നമുക്കൊരു ആക്ടിവിറ്റി ചെയ്ത് നോക്കണം. ഈ ആക്ടിവിറ്റി നമ്മൾ ഇലക്ട്രിസിറ്റി സർക്യൂട്ട് ആൻഡ് ദെയർ കമ്പോണൻസ് എന്ന ചാപ്റ്ററിൽ ചെയ്തിട്ടുണ്ട്. അത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. അതായത് ഒരു ഇലക്ട്രിക് സർക്യൂട്ട് ഉണ്ടാക്കണം. അതൊരു ടെസ്റ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. മനസ്സിലായോ? ആ ഇലക്ട്രിക് സർക്യൂട്ടിനകത്ത് നമ്മൾ കണ്ടായിരുന്നു. ആദ്യം നമ്മൾ എന്താണ്? സ്പൂൺ വെച്ച് നോക്കി, സ്കെയിൽ വെച്ച് നോക്കി, പെൻസിൽ വെച്ച് നോക്കി, അതിൽ ഓരോന്നിലും എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിയിരുന്നു. അതുപോലെയുള്ള ഒരു ആക്ടിവിറ്റിയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്ക് എന്ത് വേണം? പീസ് ഓഫ് അലൂമിനിയം ഫോയിൽ വേണം, ഒരു അയൺ നെയിൽ വേണം, സൾഫർ വേണം, ഒരു പീസ് സൈസ്ഡ് സൾഫർ വേണം, കോപ്പർ വയർ വേണം, പീസ് ഓഫ് കോൾ വേണം, ഡ്രൈ വുഡ് വേണം, സ്റ്റോൺ വേണം, നമ്മുടെ ഇറേസർ വേണം, റബ്ബർ കൊണ്ട് ഉള്ള ഇറേസർ വേണം, അതുപോലെ ഒരു നൈലോൺ റോപ്പ് വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇതിനകത്ത് മെറ്റൽസും ഉണ്ട്, നോൺ മെറ്റൽസും ഉണ്ടെന്ന്. ഇനി നമുക്ക് എന്താണ്? നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം അല്ലേ? നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ഏത് മെറ്റീരിയൽസ് വെക്കുമ്പോഴാണ് സർക്യൂട്ടിൽ ബൾബ് ഗ്ലോ ചെയ്യുന്നത്, ഏത് വെക്കുമ്പോഴാണ് ഗ്ലോ ചെയ്യാത്തതെന്ന് നമുക്ക് ഈ ടേബിൾ ഒന്ന് ജസ്റ്റ് നോക്കാം. ആദ്യം നമ്മൾ പീസ് ഓഫ് അലൂമിനിയം ഫോയിൽ ആ സർക്യൂട്ടിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇലക്ട്രിസിറ്റി കടന്നു പോകുമോ? ഇലക്ട്രിസിറ്റി കടന്നു പോവുകയാണെങ്കിൽ, പാസ് ചെയ്യുവാണെങ്കിൽ അവിടെ ബൾബ് ഗ്ലോ ചെയ്യും. പീസ് ഓഫ് അലൂമിനിയം ഫോയിൽ എന്ന് പറയുന്നത് ഒരു മെറ്റൽ ആണ്, അലൂമിനിയം മെറ്റൽ അല്ലേ? അപ്പോൾ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? അതെ, ബൾബ് ഗ്ലോ ചെയ്യും. അപ്പൊ ബൾബ് ഗ്ലോ ചെയ്യുമ്പോൾ എന്തായിരിക്കും? അത് ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിനെ
പാസ് ചെയ്യും, അതായത് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ഇനി അയൺ നെയിൽ എന്ന് പറയുന്നതും ഒരു മെറ്റൽ ആണ്. എന്തായിരിക്കും ഒബ്സർവേഷൻ? ബൾബ് ഗ്ലോ ചെയ്യും. അപ്പൊ അയൺ എന്താണ്? അയൺ നെയിൽ എന്ന് പറയുന്നത് ഒരു ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഇനി നമുക്ക് സൾഫർ എടുത്ത് നോക്കാം. സൾഫർ എടുത്ത് നോക്കിയാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? സൾഫർ എടുത്ത് നോക്കിയാൽ ബൾബ് ഗ്ലോ ചെയ്യില്ല. സൾഫർ ഒരു നോൺ മെറ്റൽ ആണ്, അത് പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഇനി നമുക്ക് നമ്മുടെ റബ്ബർ തന്നെ, നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ, എന്തുകൊണ്ടാണ് റബ്ബർ ഹാൻഡിൽ യൂസ് ചെയ്യുന്നത്? സ്ക്രൂ ഡ്രൈവറിലൊക്കെ എന്തിനാണ് നമ്മൾ റബ്ബർ ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്യുന്നത്? അതുകൊണ്ട് നമുക്ക് റബ്ബർ എടുത്ത് നോക്കാം അല്ലെ. റബ്ബർ എടുത്ത് നോക്കിയാൽ എന്തായിരിക്കും ഒബ്സർവേഷൻ? അവിടെയും ബൾബ് എന്ത് ചെയ്യാം? ഗ്ലോ ചെയ്യില്ല, അതും പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അതായത് ഇലക്ട്രിസിറ്റിനെ എന്ത് ചെയ്യില്ല? ട്രാൻസ്ഫർ ചെയ്യില്ല. നമ്മൾ ഹീറ്റിന്റെ കാര്യം പറഞ്ഞതുപോലെ. അപ്പൊ നമുക്ക് മനസ്സിലായി, അലൂമിനിയം, അയൺ, കോപ്പർ ഇവരൊക്കെ എന്താണ്? ബൾബ് ഗ്ലോ ചെയ്യും. അതുപോലെ സൾഫർ, കോള്, വുഡ്, സ്റ്റോണ്, ഇറേസർ ഇവരൊക്കെ എന്താണ്? കുഡ് നോട്ട് മേക്ക് ഇറ്റ് ഗ്ലോ ചെയ്യിപ്പിക്കില്ല. ആ ബൾബിന് ഗ്ലോ ചെയ്യിപ്പിക്കില്ല. കാരണം അത് ഇലക്ട്രിസിറ്റിനെ എന്ത് ചെയ്യില്ല? പാസ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി മെറ്റൽസ് എന്താണ്? ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. എന്താണ് ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ? മെറ്റീരിയൽസ് ദാറ്റ് അലോ ഇലക്ട്രിസിറ്റി ടു ഫ്ലോ ത്രൂ ദം ഈസി ആയിട്ട് അതിലൂടെ ഫ്ലോ ചെയ്യിപ്പിക്കുന്നതിനെയാണ്, ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യിപ്പിക്കുന്നതിനാണ് നമ്മൾ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റൽസ് എന്ന് പറയുന്നത് ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. In contrast, the material that prevent the bulb from glowing by not allowing ഇലക്ട്രിസിറ്റിനെ എന്ത് ചെയ്യില്ല? ഫ്ലോ ചെയ്യിപ്പിക്കില്ല, അതായത് പ്രിവെന്റ് ചെയ്യും അല്ലെ. അങ്ങനെയുള്ള ആൾക്കാർ ആരാണ്? പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പൊ നോൺ മെറ്റൽസ് എല്ലാം തന്നെ പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്, നമുക്ക് മനസ്സിലായി. Okay, now we can understand the plastic covering on the screwdriver and the rubber gloves protect the electrician from the electric shock because these material are poor conductors of electricity. നമുക്കറിയാം സ്ക്രൂ ഡ്രൈവേഴ്സിന് റബ്ബർ ആയിട്ടുള്ള കവറിംഗ് ഉണ്ട്, പ്ലാസ്റ്റിക് കവറിംഗ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈസി ആയിട്ട് അതിന് നമ്മൾ ഇലക്ട്രിസിറ്റിക്ക് ആ സമയത്ത് ഇലക്ട്രീഷ്യൻസ് അത് യൂസ് ചെയ്യുന്നത്. കാരണം ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാകാതിരിക്കാൻ. ഓക്കെ അല്ലേ? അതുകൊണ്ടല്ലേ ഇപ്പൊ ഷോക്ക് അടിക്കുമ്പോൾ ഒക്കെ ആർക്കെങ്കിലും ഷോക്ക് അടിച്ച് സ്വിച്ചിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് എന്ത് വെച്ചിട്ടാണ് അടിക്കുന്നത്? തടി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്ലാസ്റ്റിക് എന്തെങ്കിലും വെച്ചിട്ട് അടിക്കുകയാണ്. അതെന്താണ്? അതിലൂടെ ഇലക്ട്രിസിറ്റി പോവില്ല. അതുകൊണ്ടാണ് നമുക്ക് അവരെ രക്ഷിക്കാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലായി മെറ്റൽസ് ആർ ജനറലി എന്താണ്? ഹാർഡാണ്, ലെസ്ട്രസ് ആണ്, മാല്യബിൾ ആണ്, ആണ്, ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആണ്, ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അപ്പൊ നമ്മൾ ഇത്രയും പ്രോപ്പർട്ടി ആണ് മെറ്റൽസിന്റെ പഠിച്ചത്. ഓക്കെ അല്ലേ? അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കുക, നന്നായിട്ട് വായിച്ചു നോക്കുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രേ പഠിക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കുക. താങ്ക്